ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ നല്ലൊരു പാരൻ്റ് ആയിരിക്കാൻ സ്വീകരിക്കേണ്ട ചില ടിപ്സുമായാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ രണ്ട് തരത്തിലുള്ള പേരൻസിനെ കണ്ടിട്ടുണ്ട്. ഒന്ന്, തങ്ങളുടെ മക്കൾക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന, അവരുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഒരു പാരന്റ്. രണ്ടാമത്തെ കാറ്റഗറി, പറ്റുന്നത് ചെയ്യുക, മറ്റുള്ളവ മക്കളായി നേടിയെടുക്കട്ടെ എന്ന് ചിന്തിക്കുന്നവർ. ഈ രണ്ട് രീതിയിൽ ഏതാണ് ശരി? എന്നാൽ രണ്ട് രീതിയും തെറ്റാണ്. എല്ലാ ആവശ്യങ്ങളും മക്കൾക്ക് ചെയ്തു കൊടുത്താൽ സ്വയം ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരായി നമ്മുടെ മക്കൾ മാറും. ഇനി അവരായിട്ട് തന്നെ അവർക്ക് വേണ്ടത് ചെയ്യട്ടെ എന്ന് ചിന്തിച്ചാലോ? എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു ഭയമുണ്ടാവും. ഓരോ പാരൻസിനും തങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തണം എന്ന ആശങ്കയുണ്ട്. എന്നാൽ തനിക്ക് എന്താണോ അറിയുന്നത് ആ രീതി ഉപയോഗിച്ചാണ് ഓരോ പാരൻസും മക്കളെ വളർത്തുക. പാരൻറ്റിങ് എന്നത് ഒരു കലയാ. അത് ഓരോ പാരൻസും അറിഞ്ഞിരിക്കണം. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. ഒരു കുട്ടിയെപ്പോലെ മറ്റൊരു കുട്ടി ഈ ലോകത്തിലില്ല. ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളും ആശയങ്ങളും ആവശ്യങ്ങളും ചിന്തകളും എല്ലാം ഉണ്ട്. ഒരു കുട്ടിയെപ്പോലെ തന്നെ മറ്റൊരു കുട്ടിയെ വളർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾ നല്ലൊരു പാരൻ്റ് ആവണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതിലൊന്നാമത്തെ കാര്യം, മക്കൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നാം അവരെ ഉൾക്കൊള്ളുക എന്നതാണ്. അവർ ഒന്നും അറിഞ്ഞല്ല ഇങ്ങോട്ട് വരുന്നത്. മുതിർന്നവരിൽ നിന്നാണ് പലതും അവർ പഠിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാട്ടണം. കുഞ്ഞുങ്ങൾ നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ അവർ അതിനുള്ള മറുപടി പ്രതീക്ഷിച്ചല്ല വരുന്നത്. പകരം അവർ പറയുന്നത് നാം മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതാണ് അവർക്ക് വേണ്ടത്. അവർ സംസാരിക്കാൻ വരുമ്പോൾ ചെവി താഴ്ത്തി ഒന്ന് കേൾക്കുക, അത് തന്നെ അവർക്ക് ധാരാളം. അതല്ലെങ്കിൽ പിന്നെ പിന്നെ കുട്ടികൾ മനസ്സ് തുറന്ന് സംസാരിക്കാതാവും. അതുകൊണ്ട് തന്നെയാണ് മിക്ക കുട്ടികളും അവരുടെ ബെസ്റ്റ് ഫ്രണ്ടായി അച്ഛനെയും അമ്മയെയും മാറ്റാത്തത്. എപ്പോൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ ആരംഭിക്കുന്നുവോ അന്ന് മുതൽ മക്കൾ മനസ്സ് തുറന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത്, കുട്ടികളെ അധികമായി ഉപദേശിക്കാതിരിക്കുക. നമ്മളുടെ പ്രവൃത്തിയിലൂടെ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരിക. എക്സാമ്പിൾ, നീ TV കാണണ്ട, ഫോൺ നോക്കണ്ട എന്ന് നമ്മൾ മക്കളോട് പറയും. എന്നാൽ നാം മണിക്കൂർ കണക്ക് ഫോണും TVയും കാണാൻ നിന്നാലോ? അവർക്ക് കാണാം, എനിക്ക് പറ്റില്ലേ എന്ന ചിന്ത മക്കളിൽ ഉണ്ടാവും. പിന്നെ പിന്നെ മക്കൾ നാം പറയുന്നത് കേൾക്കാതാവും. അതിനാൽ നാം ഉപദേശം വിട്ട് പ്രവൃത്തിയിലൂടെ മക്കളെ മാറ്റുക. അടുത്തത്, മക്കൾ അറിയാതെ തന്നെ അവരെ നാം മനസ്സിലാക്കുക എന്നതാണ്. അവർ എങ്ങോട്ട് പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, എന്ത് ചെയ്യുന്നു, അവരുടെ ഫ്രണ്ട്സ് ആരെല്ലാം എന്നെല്ലാം നമ്മൾ അറിയണം. പക്ഷേ ഇത് മക്കൾ അറിയാതെ തന്നെ നാം അറിഞ്ഞിരിക്കണം. ഇങ്ങനെ അറിഞ്ഞു വെച്ചാൽ നമുക്ക് മക്കളെ മനസ്സിലാക്കാനും അവർക്ക് വേണ്ട സംരക്ഷണം നൽകാനും നമ്മളെ കൊണ്ട് സാധിക്കും. അടുത്തത്, കുട്ടികളൊന്ന് ചെറുതായി വീണാൽ തന്നെ ഓടിപ്പോയി എടുക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുക. അവർക്ക് നമ്മുടെ ഹെൽപ്പ് വേണമെങ്കിൽ മാത്രം കൊടുക്കുക. നിനക്ക് എണീക്കാൻ പറ്റും, നീ ട്രൈ ചെയ്ത് നോക്ക് എന്നുള്ള പ്രോത്സാഹനം അവർക്ക് കൊടുക്കുക. അപ്പോൾ അവർക്ക് തൻ്റെ ഇടവും ഭയമില്ലാതെ എല്ലാം ചെയ്യാനുള്ള കഴിവും ഉണ്ടാവും. എല്ലാം നമ്മൾ ചെയ്തു കൊടുത്താൽ അവർക്ക് നമ്മളെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടാകും. അടുത്തത്, മാതാപിതാക്കൾ പരമാവധി ദേഷ്യം കുറയ്ക്കുക. നമ്മളെ കണ്ടാണ് അവർ പഠിക്കുന്നത്. അതിനാൽ അത് മാക്സിമം അടക്കാൻ നോക്കി ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക. അടുത്ത ടിപ്സ്, നമ്മളിൽ മാത്രം ശ്രദ്ധ കൊടുക്കാതെ നമ്മളുടെ ചുറ്റുമുള്ളവർക്കും പരിഗണന കൊടുക്കുക എന്നതാണ്.
വീട്ടിലുള്ള മുതിർന്നവർക്കും മുത്തശ്ശി, മുത്തശ്ശൻ, ബന്ധുക്കൾ, അയൽവക്കം അങ്ങനെ നമുക്ക് സഹായം ചെയ്യുന്നവരെയൊക്കെ നമ്മൾ നന്നായി ബന്ധം വെച്ച് പുലർത്താൻ മക്കളോട് പറയണം. അതിനുള്ള പാത നമ്മളായി കാണിച്ചു കൊടുക്കണം. എങ്കിലേ മക്കൾ ആ പാത സ്വീകരിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ ഇതൊന്നും മക്കളിൽ നിന്ന് നമുക്കും തിരിച്ചു കിട്ടില്ല. അടുത്ത ടിപ്സ്, നല്ല കാര്യങ്ങൾ മക്കൾ ചെയ്യുമ്പോൾ അവരെ പ്രശംസിക്കാതെ അവർ ചെയ്ത കാര്യത്തെ നമ്മൾ പ്രശംസിക്കുക. എക്സാമ്പിൾ, ഒരു പരീക്ഷയിൽ അവൻ ജയിച്ചാൽ സൂപ്പറാണ്, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്, എനിക്ക് ഭയങ്കര സന്തോഷമായി മോനെ, ഇങ്ങനെയായാൽ നീ തന്നെയാണ് ക്ലാസ്സിൽ ഫസ്റ്റ് എന്നെല്ലാം അവരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. ഇനി പറ്റാത്ത കാര്യങ്ങൾ ചെയ്താലോ? ഇതെനിക്ക് പറ്റിയില്ല, എന്തുകൊണ്ട് എനിക്കിത് പറ്റിയില്ല എന്ന കാര്യം മക്കളോട് പറഞ്ഞു മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ മക്കളെ നേരായ വഴിയിലേക്ക് കൊണ്ടു നടന്നാൽ നമ്മളോട് മക്കളും നമ്മൾക്ക് പ്രിയപ്പെട്ടവരാകും, നമ്മളും അവർക്ക് അതിലേറെ പ്രിയപ്പെട്ടവരാകും. ഓക്കെ, ബൈ.